നമസ്കാരം. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ പൂർണ്ണമായും പുറത്താക്കാൻ അമേരിക്കൻ സൈന്യത്തെ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് അയക്കണമെന്ന് സൗദി അറേബ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ചരിത്രപരമായ അവസരം ഇതാണെന്നും ഇത് കൈവിടരുത് എന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനെ ഉപദേശിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഉയർത്തുന്ന ദീർഘകാല ഭീഷണി അവസാനിപ്പിക്കാൻ ഭരണമാറ്റം മാത്രമാണ് പോംവഴിയെന്നും ഇതിനായി അമേരിക്കൻ കാലാൾപ്പടയെ ഇറാനിലേക്ക് അയക്കണമെന്നുമാണ് സൗദിയുടെ നിലപാട്. ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിലപാട് എടുക്കുന്നതിന്റെ സൂചനയാണ് സൗദിയുടെ ഈ നിലപാട്. യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി അതീവ ഗുരുതര പ്രതിസന്ധിയായി തുടരുകയാണ്. ഫിലിപ്പീൻസ് രാജ്യത്ത് ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ധന വിലക്കയറ്റം തടയാനും പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. ന്യൂസിലാൻഡ് ഇന്ധനവില വർധനവ് നേരിടാൻ കുടുംബങ്ങൾക്ക് നേരിട്ട് പണം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ സ്ലൊവേനിയ ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇറാനെ നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യവുമായി ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നത്. എന്തായാലും അമേരിക്കയോട് നേരിട്ട് MBS ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കാൻ ഇറാനുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. യുദ്ധക്കളത്തിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാവുകയാണ്. വടക്കൻ ഇറാഖിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെ 14 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ 290 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും 13 പേർ കൊല്ലപ്പെട്ടതായും US സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിൽ ഇതുവരെ 1500ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടതോടെ അവിടെ ഭരണമാറ്റം പ്രായോഗികമായി സംഭവിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇറാൻ തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവനായി മുഹമ്മദ് ബഖർ സൗൽഗദറിനെ നിയമിച്ചുകൊണ്ട് തിരിച്ചടികൾക്ക് തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ പിടിച്ചെടുക്കാനാണ് സൗദി അറേബ്യ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ 20 മൈൽ ദൂരത്തിൽ സുരക്ഷാ മേഖല സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണത്. ഇതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സൗദി കിരീടാവകാശിയുമായി ഫോണിൽ സംസാരിക്കുകയും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ ചരക്കു നീക്കം സുഗമമാക്കാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ബ്രിട്ടൻ ഉറപ്പു നൽകി. അതേസമയം സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ സുരക്ഷാ കരാറുകളിൽ മാറ്റം വരുത്തണമെന്ന് സൈപ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടെങ്കിലും ബ്രിട്ടൻ തള്ളിക്കളഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന കരാർ വാർത്തകൾ പുറത്തു വരുന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ എന്തായാലും 6% ഇടിവുണ്ടായത് ആശ്വാസമാകുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $98.30 താഴ്ന്നുവെങ്കിലും ഇറാൻ കരാറിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും വിപണിയുടെ ഭാവി. ഇറാനുമായുള്ള ചർച്ചകളിൽ തങ്ങൾ ഭാഗമല്ലെന്നും ഇറാന്റെ ആണവ മിസൈൽ ശേഷി തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്.